ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. കൂട്ടുകാരനെ തന്നെ ഇടിക്കാൻ പറ്റും. അവൻ ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷറഫിന്. എൻ്റെ ഫസ്റ്റ് ആക്ഷൻ പടം ലാസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിൽ ഇടി കൊള്ളാൻ പോയി. എനിക്ക് തോന്നുന്നു ആക്ഷനാണ് എൻ്റെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു ജാക്കി ചാൻ. മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് സിജു മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? നല്ലൊരു പാറ, വലിയ പാറ കണ്ടിട്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് മച്ചാനാണ് മറ്റേ താഴെ ബെഡ് പോലത്തെ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ചിങ്ങനെ കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ചുമ്മാ നടന്നപ്പോൾ അറിയാതെ ഒരാൾ ക്യാമറയുടെ പുറകെ പോയത് പൊളിയാ. ഈ ഭാര്യ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? 3 വട്ടോ? 3 2 വട്ടമാണ്. 2 വട്ടം. 3 വട്ടമാണ്. വേറൊരു മോട്ടീവിൻ്റെയും പുറത്ത് സിനിമ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ആ ഒരു അറ്റ്ലീസ്റ്റ് ആ സിനിമ ഒരാൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അയാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണം. അതായത് ഉറങ്ങാതെ തുടക്കം മുതൽ അവസാനം വരെ ഒരാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണതായിരിക്കണം. അത് ചിലപ്പോൾ ഞാനായിരിക്കാം. 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ബീഫ്, നല്ല ചൂടൻ ബീഫ് ഇങ്ങനെ തിളക്കണ്ടാവും. ഒരു 3 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലൊക്കെ ബീഫും ചാറും കൂടി ഇങ്ങോട്ട് കുഴിയാണ്. പത്തിരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ടല്ലോ, എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് ഇതാണല്ലേ പോഡ്കാസ്റ്റ്. ഞാൻ ഇവരടുത്ത് വന്നപ്പോൾ ചോദിച്ചാണ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി? ഇല്ല ചേട്ടാ, കുറച്ചധികം 1 മണിക്കൂറൊക്കെ സംസാരിക്കാതെ 3 മണിക്കൂർ എന്തോട് സംസാരിക്കുന്നത്. ഇനി തുരുതുര പോഡ്കാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട്. Every wedding unforgettable. Joya Lucas, world's favorite jeweler. ഇപ്പോഴും പാർക്കറും അല്ലെങ്കിൽ ഈ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും കാലിസ്തനിക്സും പാർക്കറൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കാരണം സിനിമയിലേക്ക് വരുമ്പോൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ഇഞ്ചുറിയോ എന്തെങ്കിലും പരിപാടികൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമേനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇഞ്ചുറീസും അങ്ങനത്തെ ഒന്നും ഇല്ലായിരിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ബോഡിയൊക്കെ അതായിട്ടൊന്ന് കോപ്പപ്പായി നിന്ന് കഴിഞ്ഞാൽ, ട്യൂണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും ഇഞ്ചുറീസ് കുറവുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത്. കാരണം മലയാളത്തിലാണ് കുറവ്. ഇപ്പോൾ പണ്ടിപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, സുരേഷ് ഏട്ടൻ്റെ ഒക്കെ പറഞ്ഞത്. അതായത് ബാക്കി തെലുങ്കും തമിഴും ജനിച്ച് വീഴുമ്പോഴേ ഈ പറയുന്ന കുതിരയുടെ പുറത്തും ഫൈറ്റും ഡാൻസും ഇതൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ ഇവിടെയാണ് അത്രയും ഇതിലേക്ക് വന്നത്. ഇപ്പോഴാണ് അതൊരു, അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന സിനിമകളിലൊക്കെ തന്നെ എനിക്ക് ആക്ഷൻ ഉണ്ട്. 19ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന എല്ലാ സിനിമകളിലും എല്ലാത്തിലും ആക്ഷൻ ഉണ്ട്. വരനൊക്കെ 19ാം നൂറ്റാണ്ടിന് മുമ്പ് ചെയ്താണ് ഫസ്റ്റ് ഒരു പ്രോപ്പർ ആക്ഷൻ ചെയ്യുന്നത്. അതെ, ആക്ഷൻ പരിപാടി ചെയ്യുന്നത് അതിനകത്താണ്. എൻ്റെ ഫസ്റ്റ് ആക്ഷൻ പടം ലാസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിൽ ഇടി കൊള്ളാൻ പോയി. അങ്ങാടി തെരുവ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നായകനൊക്കെ ആയിരുന്നു അതിനകത്ത്. അതിൽ ജസ്റ്റിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കോമഡി ജസ്റ്റിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, മുസ്തഫ ഉണ്ട്, ബിയോൺ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ജസ്റ്റിനും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിനെ പരിചയമുണ്ട്. ഞങ്ങൾ സ്റ്റാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കൈരളിയിൽ. ഇതൊക്കെ എൻ്റെ പ്രാക്ടീസിൻ്റെ ടൈമുണ്ട്. ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങിപ്പോയ, അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസസ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സഭാകമ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പോഴും വരാറുണ്ട് ഉള്ളിൽ. അപ്പോൾ അന്ന് ഒട്ടുമില്ല. ഇന്ന് പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം. ഫേസ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഈ പറയുന്ന ഈ സ്റ്റാർ ഹണ്ട് പോലത്തെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ദിവസം ജസ്റ്റിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ജസ്റ്റിൻ വിളിച്ചിട്ട് പറഞ്ഞാൽ, എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട് അതിനകത്ത്, കുറച്ചുള്ളൂ, വന്നിട്ടിങ്ങനെ അവരടിക്കാൻ പോകുന്നു, എന്നിട്ട് ഇടി കൊണ്ട് പോരുന്ന പരിപാടിയാണെന്നു. ഓക്കെ ആണ്. ഞാൻ പിന്നെ എന്ത് ഓക്കെ ആണെന്നുണ്ട്. ഞാൻ പറഞ്ഞ അതിന് മുമ്പ് എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മീശ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ. ഒരു ദിവസം ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയാണ്, മീശ കുറച്ചും കൂടി യങ്ങായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മീശയും കൂടി അങ്ങ് പഠിച്ച് കളഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ വിളിക്കുന്ന ചേട്ടൻ്റെ റോള്. എന്നിട്ട് ഞാൻ മീശയൊക്കെ പഠിച്ച് മറ്റേ പുത്തൻ കലമായിട്ടാണ് പോയെന്ന് മറ്റേ ഭീഷണിയൊക്കെ. അതിനകത്ത് എൻ്റെ വോയിസ് യൂസ് ചെയ്താണ് വേറെ ആരോ, എൻ്റെ വോയിസ് അല്ല അതിനകത്തുള്ളത്. അതും കോമഡിയാണ്. അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
2 ദിവസം പോയി ഫൈറ്റും പരിപാടികൾ, ഇടി കൊള്ളുന്ന പരിപാടികളൊക്കെ. ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അതെ, ഇടി കൊടുക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദിയിലാണ് എനിക്ക് ഒരു ചെറിയൊരു പഞ്ചും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത് ആദിയിലാണ്. കൂട്ടുകാരനെ തന്നെ അടിക്കാൻ പറ്റി. അവൻ ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷറഫിന് കുറേ നാളായിട്ട് ഓങ്ങി വെച്ചേക്കായിരുന്നു. അത് ഞാൻ ആദിയിൽ കൊടുത്തു തീർത്തു. ഞങ്ങളെപ്പോഴും ഭയങ്കര പോട്ടിയാണ്, ഞങ്ങളെപ്പോഴും അങ്ങനെ. അത് നല്ല സൗഹൃദപരമായിട്ടുള്ള ഇത്, ഹെൽത്തി ആയിട്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോഴും ശത്രുക്കളുടെ പോലെ കൂട്ടത്തിലെല്ലാവരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ആദിയിലാണ് അവനെ നല്ല ഇടി ഇടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് വരയനിൽ ഫൈറ്റ് ചെയ്യുന്നത്. ആദിയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള കൗതുകമാണല്ലോ പ്രണവ് മോഹൻലാൽ. ഈ ആദിയിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് സിജു ജോസഫ് മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? അന്ന് പരിചയപ്പെടാനോ ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു? പിന്നെ ഞങ്ങൾ ഫുൾ ഓൺ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ, ഷറഫ്, അപ്പു എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സതീഷ് ഏട്ടൻ ക്യാമറ, സതീഷ് കുറുപ്പ്. നമ്മളൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജില്ലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പൻ്റെ ടാലൻ്റൊന്നും പുറത്തേക്കൊന്നുമില്ല. അവൻ്റെ ടാലൻറ്റുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഹ്യൂമണാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ അറിയാം. അവൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട്, അവൻ ലോകപൂരുള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ ഉള്ളു പരിപാടി എന്നുള്ളതും അവന് വ്യക്തമായിട്ട് അറിയാം. അതാണ് ആ ഒരു സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അതായിട്ട് നിൽക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എൻ്റെ അപ്പൂൻ്റെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഷറഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അവൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ റാമോജിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇപ്പം പറഞ്ഞു, അപ്പു വന്നിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ എനിക്ക് മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകാം, വൻ്റെ വന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പിന്നെ എന്തേ പോകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് ഇവൻ ഒരു ബാഗ്, മറ്റേ പരിപാടി, പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, വീണാൽ ഇത് ചെയ്യാനുള്ള പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് പോവാണ്. ഇവൻ മലയും കുന്നും, അതായത് അവിടുത്തെ പാറയും ഇതൊക്കെ കാണും, ഭയങ്കര എന്നെ കൂർത്തിരിക്കുന്നതും. അന്ന് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള അഡ്ജസ്റ്റ് ഒന്നുമല്ല, ഭയങ്കര ഷാർപ്പായിട്ടുള്ള, കൊണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒരേ പൊളിയും എന്നല്ല, തൊലി അങ്ങ് പോവും, ഫുള്ള് പോവും. അത്രയും ഷാർപ്പായിട്ടുള്ള കരകരപ്പായിട്ടിരിക്കുന്ന സ്പേസാണ്. ഇവൻ ചുമ്മാ ചാടി 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 പോകണം. ഞാനിവിടെ മറ്റേ പിടിച്ച് ചവിട്ടിയൊക്കെയാണ് ഇറങ്ങുന്നത്. അതായത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ പരിപാടി. എങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ളൊരു പരിപാടിയാണ്. ചുമ്മാ കൂളായിട്ട് ചുമ്മാ ഇങ്ങനെ നടന്ന് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു പാറ, മറ്റേ CID ഉണ്ണികൃഷ്ണൻ പറയുന്നത് നല്ല കട്ടാന്ന് പറയണമല്ല, നല്ലൊരു പാറ, വലിയ പാറ കണ്ടിട്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് മച്ചാനാണ് മറ്റേ താഴെ ബെഡ് പോലത്തെ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ച് ഇങ്ങനെ കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഞാനാണല്ലോ, ഉത്തരവാദി ഞാനാണല്ലോ. ഇവനെങ്ങാനും വീണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഞാൻ ഷറഫിനെ വിളിച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞോ, ഇല്ല എടാ ഒന്ന് വേഗം അറിയില്ല. അവനിങ്ങനെ കയറി, എനിക്കിത് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ പുള്ളി കൂളായിട്ട് ഇടയിലൊന്ന് വീണായിരുന്നു, പക്ഷെ ബെഡിലേക്ക് വീണ്. അതവന് പ്രാക്ടീസ്ഡാണ്, അവൻ അത് യൂസ്ഡാണ് അങ്ങനത്തെ പരിപാടികൾ. വീണു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷറഫ് വന്നു. ഇതൊക്കെ എനിക്ക് ആശ്വാസം ഏതെയുണ്ട്. ഇവൻ കൂളായിട്ട് ചില്ലായിട്ട് വീണു. അവൻ അന്ന് പറയണ്ടായിരുന്നു ഹംപിയിൽ പോകണം, ഹംപിയിൽ പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കംപ്ലീറ്റ് പാറകളാണ് അതിൻ്റെ പുറത്ത്. അവൻ റോക്ക് ക്ലൈമ്പിങ്ങും പരിപാടികളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും അവിടെയാണ്. അന്ന് പറയുന്നുണ്ടായിരുന്നു ഹംപിയിൽ പോണ കാര്യം. ഇതൊക്കെ മോഹൻലാലിൻ്റെ മകൻ അങ്ങനെ ഒരു ലേബലിങ്ങേ ഇല്ല അല്ലേ മനുഷ്യന്? അങ്ങനത്തെ ഇതൊന്നുമില്ല. ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യമുള്ളത്. അവൻ നമുക്കങ്ങനെ തോന്നിയില്ല. അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് തന്നെ ജെല്ലായി. നല്ല ടാലൻ്റാണ്. നല്ല എന്താ പറയുക, ഗിറ്റാറൊക്കെ വായിക്കും, എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട്. അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. ഫോൺ എടുത്തിട്ടൊരു പരിപാടിയാണ് വെച്ചാൽ, ഐഫോൺ എടുത്തിട്ട് അവൻ വായിലിങ്ങനെ വെച്ചിട്ട് ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ട് അവൻ വാവ് 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 എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു. ഞാൻ അതൊക്കെ കണ്ട് എൻ്റെ കൊള്ളാലോ വീഡിയോ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട്. അവൻ്റെ ആ ടാലൻറ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ട്. ഇനി അവൻ മറ്റേ ചുമ്മാ നടന്നൊന്നും അറിയാതെ ഒരാൾ ക്യാമറയിട്ട് പുറകെ പോയത് പൊളിയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ പോകുമ്പോൾ ചുമ്മാ അവനറിയാതൊരു ക്യാമറ പുറകെ പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും.
ബേസിക്കലി ട്രാവലറാണല്ലോ, ആ ആ ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ വരാൻ നേരത്ത് എന്തൊക്കെ അതിലുണ്ട് എന്ന് നോക്കുന്നത്? അതായത് വേഷത്തിൻ്റെ വലിപ്പം, ആക്ഷൻ സീൻസ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പം എന്തൊക്കെയാണ് സിജുവിൽസൺ നോക്കുന്നത്? ഇപ്പോഴും പണ്ടും നോക്കിക്കൊണ്ടിരുന്ന പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ്. സ്പേസ് ഉണ്ട്. അത് ഇപ്പോൾ ഒറ്റ സീനാണെങ്കിലും ഇപ്പോൾ വരണ ആവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമ, അതിൽ 2 സീൻസേ വരുന്നുള്ളൂ എനിക്ക്, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ അതിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, മനസ്സിലായോ? അത് നോട്ടീസ് ചെയ്ത പരിപാടിയാണ്. അതെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ. അൽഫോൺസ് എന്നാണ് അതിൻ്റെ അകത്ത് പേര്. വരണ ആവശ്യമുണ്ടിൽ യൂണിഫോം, പോലീസ് യൂണിഫോം ഇട്ട് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ നോട്ട് ചെയ്യുന്നത്. അതായത് യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ബിൽട്ടായിട്ടുള്ള ഒരാൾ ആരാണ് എന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ആളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് സാറ് എന്നെ പറ്റി അന്വേഷിക്കുന്നത്. കാരണം ഓരോ സിനിമകൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യും ആൾക്കാർ. അപ്പോൾ നല്ല നല്ല എന്താ പറയുക, പെർഫോം ചെയ്യാനുള്ള നല്ല നല്ല കഥാപാത്രങ്ങളും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആക്ഷൻ ഹീറോകൾ അത്ര കണ്ട് ആരാധിച്ച അച്ഛൻ മകനൊരു ആക്ഷൻ ഹീറോ ആയപ്പോൾ കാണാനില്ല എന്നുള്ളത് എപ്പോഴും ഫീൽ ചെയ്തു? പിന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എപ്പോഴും. അതിപ്പോൾ ആക്ഷൻ പടങ്ങളുടെ ഇത് മാത്രമായിട്ടില്ല, മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം നമ്മളൊരു 10, 26, 27, 28 വയസ്സാകുന്ന സമയത്തൊക്കെയാണ് അപ്പന്മാരായിട്ട് കൂടുതലും കമ്പനിയാവുക. ഇപ്പോഴത്തെ ഇത് മാറി, ഇപ്പോഴത്തെ ജനറേഷനും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോഴേ നമ്മളിപ്പോൾ ഞാനൊരു ഫാദറാണ്, അപ്പോൾ ഞാൻ ഇപ്പോഴേ കുട്ടികളുടെ അടുത്ത് ഭയങ്കര ജെല്ലായിട്ട് അങ്ങനെ കമ്പനിയായിട്ടാണ് പോകുന്നത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി എന്തെങ്കിലും പണിക്ക് വിട്ടിട്ടാണ് പപ്പയ്ക്കൊന്ന് ആക്ഷൻ പടമൊക്കെ കണ്ടിരുന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പുള്ളി. അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. എപ്പോഴും അടിയായിരുന്നു. എനിക്ക് നല്ല കിട്ടിയിട്ടുണ്ട്, നല്ല അടിയിട്ടുണ്ട്, ഒരുപാട് അടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ചെറുപ്പത്തിൽ. അന്ന് എപ്പോഴും അടിയിട്ടും. അപ്പന്മാർക്ക് പെൺകുട്ടികളോട് സ്നേഹം കൂടുതലാണെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചീന് ഭയങ്കര പുന്നായിരിക്കലും എനിക്ക് മറ്റേ ഒലയ്ക്കും മട്ടലിനൊക്കെയാണ് അടിയിട്ടുണ്ട്. തലവഴിക്കൊക്കെ നല്ല കീറിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു സ്റ്റേജിൽ നമ്മളൊരു 26, 27, 28 വയസ്സാകുമ്പോഴത്തേക്കും അപ്പന്മാരായിട്ട് കമ്പനിയാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പന്മാരുടെ കൂടെയൊക്കെ നമ്മളുണ്ട്. അവർ കമ്പനി അടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒരുമിച്ച് വെള്ളമടിക്കുകയും അല്ലെങ്കിൽ കമ്പനി അടിച്ച് പോണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതായത് പണ്ടത്തെ ഒരു രീതിയായിരിക്കും, ചെറുപ്പത്തിലുള്ള രീതിയായിരിക്കില്ല, മാറി അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫാദർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു, അല്ലെങ്കിൽ പണ്ടത്തെ ഉണ്ടെങ്കിൽ പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയണമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം പറയാൻ പറ്റില്ല, പക്ഷെ അറിയായിരിക്കും, അറിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലതുണ്ടല്ലോ. ഈ ഭാര്യ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? 3 വട്ടോ? 3 ആക്കിയോ? 2 വട്ടോളാം. 2 വട്ടം. 2 വട്ടം. 3 വട്ടമായിരുന്നു. രജിസ്റ്റർ മാരേജും കൂടി കുട്ടിക്കഴിഞ്ഞാൽ 3 വട്ടം. 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? അതെന്താ കഥ? അത് കഥയൊന്നുമില്ല. നമ്മൾ 2 റിലീജിയൻ എന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ശ്രുതി ഹിന്ദു ഫാമിലിയിൽ നിന്നാണ്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്യാനേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ശ്രുതിക്കും ഓക്കെ ആയിരുന്നു അതിൽ. പക്ഷെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ കല്യാണം, വീട്ടിലെ കല്യാണം, പെൺകുട്ടിയുടെ കല്യാണം, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ അവസാനത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ അത്യാചാറ് വന്നപ്പോൾ ആ സമയത്ത് ഓക്കെ എന്നാൽ 2 പേരെ ഹാപ്പി ആക്കിയേക്കാം എന്നുള്ള രീതിയിൽ രാവിലെ എന്താ പറയുക, ഹിന്ദു റിച്വൽസ് പ്രകാരം കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കെട്ടും കഴിഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി ഞാൻ തീർത്തു. അധികം ബുദ്ധിമുട്ടിച്ചില്ല ആര്. കാരണം ഒന്നാമത് ശ്രുതി മുംബൈയിലായതുകൊണ്ട് അവിടെ ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീർത്തു. രജിസ്റ്റർ ചെയ്ത്, കാരണം നമ്മൾ 2 റിലീജിയൻ ആയതുകൊണ്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം നടക്കുള്ളൂ. അപ്പോൾ ഒക്ടോബറിൽ 3ാമത്തെ കല്യാണം കഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഫാമിലിയുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് തരുന്നത്, പടങ്ങളില്ലാത്ത സമയത്തും പടങ്ങളുള്ള സമയത്തും. അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എത്രത്തോളം എഫേർട്ട് ഇട്ട് അതിൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പം ആദ്യത്തെ സമയത്ത് ഇപ്പോൾ മലർവാടി ചെയ്ത് കഴിഞ്ഞ സമയത്ത് റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ നൈബേഴ്സ് വരെ, കാരണം നമ്മൾ മുമ്പിൽ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പരിചയമുള്ളവരാണ്, അടുത്തുള്ള വീട്ടുകാരും ഇതൊക്കെ. മമ്മിയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കാണുന്നതാണ്, ഫാദറിലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചിന്തയില്ല. വേറെ അല്ലെങ്കിൽ കുടുംബം, ഫാമിലി, മമ്മി, സിസ്റ്റർ ഇവരെയൊക്കെ നോക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോകുന്നില്ല. നമുക്ക് സിനിമ എന്തെങ്കിലും നേടണം എന്നുള്ളൊരു പരിപാടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് അങ്ങനത്തെ ഇത് പറഞ്ഞായിരുന്നു. നടക്കണമല്ലോ, അതായത് മലർവാടിയിലൊരിത് കിട്ടിയെന്നുണ്ടെങ്കിലും
അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ വരുന്നില്ല. നമ്മളിങ്ങനെ ഓഡീഷൻ എന്ന് പറയുന്നത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിനെ പോയി കാണുന്നുണ്ട്, ഇതൊന്നല്ലാതെ സിനിമ നടക്കുന്നില്ല. എല്ലാവരുടെയും ഒന്നാമത് സാധാരണക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരാണല്ലോ ചുറ്റുമുള്ളത്, അപ്പോൾ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം ഒരു സിനിമ കിട്ടി പിന്നെ പടപടപട ചെയ്യുന്ന സിനിമ എന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്ക് ടു ബാക്ക് സിനിമ ആയിരിക്കുന്നത്. പിന്നെ മാസമല്ല, അതായത് ഇന്നൊരു സിനിമ നാളെ സിനിമ മറ്റന്നാൾ സിനിമ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് എന്നെ മലർവാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും വഴി കൂടി പോകുന്നവരും കടയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെയും പറ്റും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കടയിൽ ഇരുന്നുണ്ട് ഒരുപാട്. ഞാൻ മാർക്കറ്റിൽ പോയി, പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം മമ്മിക്ക് പറ്റുമ്പോൾ. ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഫാദറിൻ്റെ കൂടെ ഞാൻ പോകുമായിരുന്നു മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കാനായിട്ട്. പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത് 5 മണിക്ക് എണീറ്റ് പോകണം. 5 മണിക്ക്, അതായത് 4 മണിക്ക് എണീറ്റ് റെഡിയായി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും ലോഡൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. ഓരോന്നും നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്നും തിരഞ്ഞെടുത്ത്, അപ്പോൾ ഞാനങ്ങനെ പോയി തിരഞ്ഞെടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ബീഫ്, നല്ല ചൂടൻ ബീഫ് ഇങ്ങനെ തിളക്കണ്ടാവും, നല്ല എണ്ണ പത്തിരി ഇല്ലേ, നല്ല പത്തിരിയും പ്ലേറ്റിൽ. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കടയിലേക്കുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു 3 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ആ ബീഫും ചാറും കൂടി ഇങ്ങോട്ട് കുഴിയാണ്. പത്തിരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ടല്ലോ, എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് പൊള്ളിയരുത്, പൊള്ളി ടേസ്റ്റാണ്. അത് കഴിക്കാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അങ്ങോട്ട്, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ കൺസേൺ ആണ്, അതായത് ഒരുത്തൻ നേഴ്സിംഗും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പണിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ സ്കോപ്പുള്ളൊരു ഫീൽഡാണ്, പുറത്തേക്ക് പോകാൻ പറ്റും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, 2 ആഴ്ച പോയിട്ടുണ്ട് ലേക്ഷോറിൽ. അപ്പോൾ ഈ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ വന്നുന്ന സമയത്ത് ഇവരും ഇപ്പം മമ്മിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുന്നത് അവിടെ ജോലിക്ക് പോവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് നേഴ്സിങ്ങിനോ സിനിമ വിട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൺസ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരം സിനിമ അതിലാണൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മുഴുനീള കഥാപാത്രം ഒരു സിനിമയിൽ കണ്ട ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് മമ്മി ഇവിടെ ഇല്ല, മമ്മി ദുബായിലാണ്, മമ്മി സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കാണ്. എന്നിട്ട് മമ്മി തിരിച്ച് വന്ന ശേഷമാണ് മമ്മീനെ ഞാൻ പത്മയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത്. അന്ന് നേരം റിലീസായിട്ടുണ്ട്. മമ്മീനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നില്ല ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഷെയ്ക്ക് ഹാൻഡ് ഇരുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികൾ. അപ്പം മമ്മി ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലായി പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടാണ് പരിപാടി പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ഒരു കൺസേണാണ്. അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ജീവിച്ചത് ഞാൻ കണ്ടേക്കുന്നതാണ്, അത് അങ്ങനെയാണ് ജീവിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുമല്ലോ മക്കൾക്ക്. നമ്മളങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ മക്കൾക്ക് നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളില്ല, അതെ, നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റണം എന്നെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കൺസേണും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ പണിക്ക് പോകും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയുള്ളൂ. വൺസ് പ്രൂവ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. മനസ്സിലായത്? അതിപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവർ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തൊക്കെയാണ് ഉജ്ജ്വലിന് ശേഷമുള്ള പരിപാടികൾ? ഉജ്ജ്വലിന് ശേഷം ഇപ്പോൾ 2-3 പരിപാടികൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉജ്ജ്വലിന് മുമ്പും ഒരുപാട് പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ ഇഷ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും അതുകൊണ്ടും ഇങ്ങനെ പ്രൊജക്റ്റുകൾ ഓണാവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ കുറച്ച് ബഡ്ജറ്റുകളുള്ള സിനിമയാണ്, ഞാൻ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം 8 കോടിയോ 10 കോടിയൊക്കെ വരേണ്ട സാധനമാണ്. ആക്ഷനും അങ്ങനെ ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന 8 കോടിയുടെ പ്രൊജക്റ്റ് 4 കോടിയുടെ ഇതിലേക്ക് ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ്. ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് തിയേറ്റർ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാത്തൊരു പരിപാടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന പരിപാടികളിൽ നോക്കി ചൂസ് ചെയ്ത് അങ്ങനെ ഒന്നാണ് ഉജ്ജ്വലൻ. ഈ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ റോൾസ് ഒന്നും വരുന്നില്ല, ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. കാരണം എവിടെയോ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ലീഡ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്, നായക കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാൻ വന്നിട്ട് നടപടി ഉണ്ടായിരുന്നില്ല. അടുത്ത് അങ്ങനെ ഇപ്പോൾ ഈ ഉജ്ജ്വലൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും സി എ ശംഭുവിൻ്റെ ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാണ് ആ സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും പുള്ളി ലീഡേ ചെയ്യുന്നുള്ളൂ എന്നാണ് കേട്ടതെന്നാണ് പറയുന്നത്. ആരാ പറഞ്ഞതെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും. അല്ല, ഞാൻ ഈ പറയുന്ന പോലെ 2 ഡയലോഗ് വെച്ച് തുടങ്ങിയ പരിപാടിയല്ല. എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് എന്തെങ്കിലും വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിനൻസ് എന്തെങ്കിലും വേണമല്ലോ. ലീഡ് ക്യാരക്ടർ മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പൊന്നിയിൻ സെൽവനൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അതെ അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 10 ദിവസത്തെ പരിപാടിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ടൈമിൽ സ്കെഡ്യൂൾ ബ്രേക്കിലാണ് അത് വരുന്നത്. അപ്പോൾ ഒന്നാമത് ആ ലുക്കിലിരിക്കുകയാണ്. അപ്പോൾ ആ ലുക്കിൽ വേറൊരു സിനിമയിൽ പോയി വേറൊരു കഥാപാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ഒരു ഭയം പോലെയാണോ, മണിരത്നം പടം വേണ്ടെന്ന് വെച്ചു, അങ്ങനെ തോന്നുമോ? അങ്ങനെ തോന്നില്ല. കാരണം ഞാനിപ്പുറത്ത് വേറെ ഒരു പരിപാടി ആറാട്ടുപുഴ വേലായുധ പണിക്കർ മറ്റേ കുതിരപ്പുറത്തൊക്കെ മറ്റേ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നങ്ങനെ ഒന്നുമില്ല. തീർച്ചയായിട്ടും മണിസാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പക്ഷേ നമ്മളൊരു ഒരു ക്യാരക്ടറിന് വേണ്ടി ടൈം കൊടുത്തേക്കല്ലേ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകിച്ച് അതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കഥാപാത്രം കൂടിയാണ്. അപ്പം അതിനുള്ള ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ലുക്ക് വേറെ എവിടെയും വരാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ എൻ്റെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വളരെ മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കാം, എന്നാലും അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം എനിക്കൊരു ആ ക്യാരക്ടറായിട്ട് ബിലീവ് ചെയ്യാനായിട്ടും എനിക്ക് പേഴ്സണലി ആദ്യം ഒരു ബിലീഫ് വന്നല്ലോ ഞാൻ എന്നൊരു ക്യാരക്ടറാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം മറിയമെന്ന് വിളക്കൂതി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മുടി പറ്റടിച്ചിട്ട് ഫ്രഞ്ച് ബിയാഡൊക്കെ വെച്ചിട്ടൊരു ഊള ഉമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. അതിൽ ആക്ച്വലി അൽത്താഫിൻ്റെ റോളായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് അൽത്താഫിൻ്റെ ക്യാരക്ടറിനാണ് ജനിത്ത് വരുന്നത്. എൻ്റെ അടുത്താണ് ആദ്യം കഥ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഞാൻ ഒന്ന് ഹാപ്പി വെഡിങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പാവത്താൻ അങ്ങനത്തെ ലൈനാണല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അത് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കിച്ചു, ഷറഫ്, അതുപോലെ ശബരി ഇവരെയൊക്കെ ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഷറഫിന് അന്ന് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷറഫിനെ ഇരുന്നോണ്ട് റോണി ഉദ്ദേശിച്ചത്, കിച്ചു ചെയ്തിരുന്ന ക്യാരക്ടർ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു. അൽത്താഫെന്ന് സിനിമ ഇതിലേക്കില്ല. അപ്പം അങ്ങനെ ഷറഫിന് വേറെ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇതൊക്കെ കൊണ്ടും ഷറഫിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം മൊത്തം ട്രാക്ക് മാറി. അപ്പോൾ റോണിയുടെ ഇതിലേക്ക് കിച്ചുവിനെ പ്ലേസ് ചെയ്തു. കിച്ചുവിനെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഉമ്മൻ്റെ ക്യാരക്ടറാണ് നിൽക്കുന്നത്. പിന്നെ അപ്പോൾ അൽത്താഫിനെ ജോയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അൽത്താഫ് അവിടെ നിൽക്കുന്ന ഒരു ടൈമിൽ ഞാനിവിടെ ഉമ്മൻ്റെ ക്യാരക്ടർ ലൈക്ക് ബിൽറ്റ് വൈസ് ഞാൻ ഭയങ്കര സൈസാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ആ പാവത്താൻ പരിപാടി ചെയ്തതാണ്, അങ്ങനത്തെ സാധനമുണ്ട്. അപ്പം ഞാനാണ് ജനത്തിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഉമ്മൻ ക്യാരക്ടർ ചെയ്യാം, അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ബിലീവബിലിറ്റി. അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നൊരു ഹോൾ ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നായകനായിട്ട് നിന്ന് ചെയ്തിട്ട് പടം മുറക്കായില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ചെയ്ത പരിപാടി തന്നെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹാപ്പി വെഡിങ്ങിലൊരു പാവത്താൻ ഭയങ്കര എന്താ പറയുക ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്തിട്ട് വീണ്ടും പറയുമെന്നുള്ള കുതിയിലേക്ക് വന്നിട്ടുണ്ട്. ആ റിപ്പീറ്റേഷൻ തന്നെയാണുള്ളത്. അത് പാവത്താനാണ്. പിന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യാനുള്ള സ്പേസുള്ള ഏരിയയാണ്. പക്ഷേ ഞാനവിടെ നിൽക്കുക അൽത്താഫിൻ്റെ ക്യാരക്ടറും ബാക്കി എല്ലാ ക്യാരക്ടറും ഇങ്ങനെ നിൽക്കുമ്പോൾ, കാരണം സൈസ് വൈസ് ശബരിയും ഞാനും ഏകദേശം സൈസാണ്, ബാക്കി കിച്ചും അൽത്താഫൊക്കെ ഇതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനവിടെ നിന്ന് ഇപ്പോൾ പാവത്താൻ പരിപാടി പിടിക്കുകയും അത് എനിക്ക് തന്നെ ഒരു ബിലീവബിലിറ്റി ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ജനത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അൽത്താഫിനെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തു. ഞാൻ ഉമ്മൻ്റെ ക്യാരക്ടർ ഇതായിരുന്നു. എന്നിട്ട് ഞാൻ അതാണ് മുടി വെട്ടി ഞാനാണ് അങ്ങനത്തെ ഒരു ലുക്കും ഡിസൈൻ ചെയ്തിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് പറയുന്നത്. അപ്പോൾ ജനത്ത് ഓക്കെ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഊള മറ്റേ അച്ചായൻ മറ്റേ കള്ളുടിയൻ അലമ്പ് സെറ്റപ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ചെയ്യാൻ അതിന് ആ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ലുക്ക് എനിക്ക്. അപ്പം ഞാൻ അപ്പം ഞാനങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിലും അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഞാൻ
പിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് എനിക്കാദ്യം ഒരു ബിലീവബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. വരനിൽ അങ്ങനെ കിട്ടിയായിരുന്നു മുടി. അത് ഓൾറെഡി അവർ ഫുൾ സ്കെച്ചായിട്ടാണ് വന്നത്. അച്ഛനും ഈ പറയുന്ന ജിജോബായ് പുള്ളിയും ഡയറക്ടർ, പുള്ളി ഓൾറെഡി സ്കെച്ചും പരിപാടികളൊക്കെ എന്നെ വെച്ചിട്ട് സ്കെച്ചും പരിപാടിയൊക്കെ വരച്ചിട്ടാണ് ഓൾറെഡി എൻ്റെ അടുത്തേക്ക് വന്നത്. ഈ ആടിനെ പിടിച്ചിരിക്കുന്ന പരിപാടി അവർ ഓൾറെഡി സ്കെച്ച് വരച്ചിട്ടാണ് കൊണ്ടുവന്നത്, മുടിയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ. ആ സമയത്തല്ലേ പത്മരാജന്റെ പോലത്തെ മുകളിലൊരു ഫോട്ടോ ഒക്കെ ഭയങ്കര അത് 19 പ്രിപ്പറേഷൻ നടക്കുന്ന ടൈമിൽ, ആ ടൈമിൽ ഒരുപാട് പേര് അത് പത്മരാജനാണ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കാണിച്ചു കൊടുത്താലും അവര് അത് പത്മരാജനാന്നുള്ള ഇപ്പം അറിയാത്തവരുടെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ചിലർ പറയും, ഇപ്പോൾ നിങ്ങൾക്ക് പത്മരാജൻ്റെ ഒരു കട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇത് നിങ്ങളാണെന്ന് ചോദിക്കും. അതായത് ഇവർ പത്മരാജൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ട്. ഞാനന്ന് മുടിയുണ്ട്, ആ ടൈമിൽ മുടി ഇങ്ങനെ ബാൻഡ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുകേഷ്, ഞങ്ങൾ എപ്പോഴും ഈവനിങ്ങിൽ, ഇപ്പോൾ അൽഫോൺസ് ആ ടൈമിൽ ചെന്നൈയിലാണ്, പിന്നെ എല്ലാവരും ഷൂട്ടും ഇതൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ അവിടെ സ്പേസിൽ മുകേഷ് മുരളീധരൻ ഉണ്ടാവും, ഷിനോസ് റഹ്മാൻ ബ്രദേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തോ പത്മരാജൻ്റെ ഡിസ്കഷൻ എന്തോ പരിപാടി വന്നപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി താടിയുണ്ട്. അപ്പോൾ അവന്മാരെപ്പോഴും പറയാറുണ്ട്, കിച്ചു, ഷറഫ്, അതുപോലെ തന്നെ അൽഫോൺസ്, ഷിനു, മുകേഷ്, ഇവരൊക്കെ പറയാറുണ്ട് താടി വെച്ച് കഴിഞ്ഞൊരു പത്മരാജൻ കട്ടുണ്ടെന്നൊക്കെ പറയും. അതിങ്ങനെ എന്തോ സംസാരിച്ചെന്ന് പറയും. പക്ഷേ കണ്ണ് പുള്ളിയുടെ കണ്ണല്ലടാ, പുള്ളിയുടെ കണ്ണത് എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണിച്ചത്. മുകേഷ് പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനപ്പം തന്നെ ഫോട്ടോ എടുത്തതാണ്. ആ ഫോട്ടോ ആണത്. അതെ, കണ്ണങ്ങനെ പുള്ളിയുടെ ഒരു കണ്ണിങ്ങനെയാണല്ലോ, ചെറിയ ഒരു പരിപാടിയുള്ളൊരു കണ്ണാണ്. അതങ്ങനെ പിടിച്ച് നിന്നപ്പോൾ അവൻ ആ ടൈമിൽ ക്ലിക്ക് ചെയ്തതാണ്. ആരെങ്കിലും ബയോപിക്കിനായിട്ട് സമീപിച്ചോ? ഇല്ല, ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു, പക്ഷേ എനിക്കറിയില്ല എന്താണ് എൻ്റെ ഒരു പോസിബിലിറ്റി കാര്യങ്ങൾ അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. ലെജൻഡല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ്. കാരണം പുള്ളിയുടെ എനിക്കോട് ആകെ ഒരു ഇൻ്റർവ്യൂ എന്തോ മാത്രമേ കണ്ടിട്ടുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഒരു കൊതിയുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും കൊതിയുള്ളതാണ്. എന്നെ ഒന്നാമത് പറയുകയും ചെയ്യും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും താല്പര്യം നമുക്ക് കൂടുമല്ലോ. അറിയില്ല നടക്കുമോ എന്താന്നുള്ളതൊന്നും. എന്തായാലും സിനിമയിൽ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രമാവാനും സ്വയവും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇനിയും കുറേ പോകാനുണ്ട്, കുറേ തുടങ്ങിയിട്ടുള്ളൂ. അതെ അതെ, പരിപാടി ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ. എനിക്ക് ആ ക്ലാരിറ്റിയും ഭയങ്കര ഇഷ്ടമായി. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യണത് സമയം എടുത്തിട്ട് വൃത്തിക്ക് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറൊരു പ്രൊഫഷനിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാനതിന് അത്രത്തോളം സീരിയസ് ആയിട്ട് നിന്നിട്ടാണ് പരിപാടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം എനിക്ക് കൺവിൻസിങ് ആവണം ഒരു കഥയും കഥാപാത്രവും, എന്നാലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു മോട്ടീവിൻ്റെയും പുറത്ത് സിനിമ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ആ ഒരു വേറൊരു മോട്ടീവും പാടില്ല. അറ്റ്ലീസ്റ്റ് ആ സിനിമ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അയാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണം. അതെ, അതായത് ഉറങ്ങാതെ തുടക്കം മുതൽ അവസാനം വരെ ഒരാൾക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റണതായിരിക്കണം. അത് ചിലപ്പോൾ ഞാനായിരിക്കാം. അതങ്ങനെ അതാണല്ലോ. അല്ലാതെ ചുമ്മാ ഒരു വർക്ക് പോലെ അങ്ങനെ ചുമ്മാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, കുറച്ച് പ്രാക്ടീസ് വേണം എന്നുള്ളത് എനിക്ക് തോന്നിയാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ക്യാരക്ടേഴ്സ് ഉള്ളിൽ വരുന്നതിൽ നല്ലത് നോക്കിയിട്ട് പിക്ക് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല. ഒരുപാട് മുന്നോട്ട് പോട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. ആ പ്രോസസ്സ് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി. പ്രോസസ്സൊന്നും പിള്ളേർ ചുമ്മാ ഫോണിൽ ഇതൊക്കെ പട്ട നമുക്ക് എപ്പോഴും കോൺഷ്യസ് ആണ്. അതായത് ഒരു സെൽഫി വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ആശംസാ വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 2-3 മണിക്കൂർ എടുക്കും ഒരു വീഡിയോ എടുക്കാനായിട്ട്. ഇപ്പോഴും നമുക്കത് ഭയങ്കര കോൺഷ്യസും ശരിയായില്ല എന്നുള്ളൊരു പരിപാടി ഇതൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചുമ്മാ പുട്ടുപോലായിട്ട്, ഇപ്പോൾ ഉജ്ജ്വലനെ അഭിനയിച്ച അവന്മാർ കുഡോസ് ടീമൊക്കെ ചുമ്മാ പുട്ടുപോലെ വന്നിട്ടൊന്ന് അഭിനയിക്കും. അവന്മാർക്ക് ആ സിനിമ എന്താ പറയുക സറൗണ്ടിങ്സ് പരിചിതമല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവന്മാർ നോക്കി അവന്മാർ എല്ലാവരും പിള്ളേരൊക്കെ പടപടയെന്ന് പൊളിച്ചുകൊണ്ടിരിക്കണം. അല്ല അങ്ങനെയല്ല പുതിയ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അവിടെ. അതിൽ നമ്മളെങ്ങനെ എക്സൽ ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഡിഫറൻ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എനിക്ക് തോന്നുന്നു ആക്ഷനാണ് എൻ്റെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു ജാക്കി ചാൻ
ചെറിയൊരു ജാക്കി ചാൻ പിടിക്കാൻ തോന്നണം. ഇടിച്ചടിച്ച് നിൽക്കുന്ന സിജു വിൽസണ് മലയാള സിനിമ വരവേൽക്കട്ടെ. വെറുതെ ഇടിച്ചു നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും കാര്യം വേണം. കാര്യം കാര്യകാരണങ്ങളില്ലാതെ വെറുതെ ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യില്ലല്ലോ. അതാണല്ലോ സേതുമാധവൻ്റെ ഒക്കെ, അതെ അതെ അതെ, മനസ്സിലായോ? അതൊക്കെയാണ് വർക്കാകണം. ഇമോഷണൽ ഹുക്കില്ലാതെ നമ്മൾ എത്ര ഇടിച്ചിട്ടും കാര്യമില്ല. പ്രധാനമായിട്ട് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുമ്പോൾ ഇമോഷൻ വളരെ പ്രധാനമാണ്. അതാ ഇമോഷൻ എന്ന് പറയുന്ന ഫാക്ടറാണ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം തന്നെ. അതായത് നായകൻ്റെ ഇമോഷനിലൂടെ ആൾക്കാർക്ക് കടന്നു പോകാൻ സാധിക്കുമ്പോഴാണ് ആ കഥാപാത്രം അത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ആ സിനിമ അത്രത്തോളം ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാകുന്നു. അതാണ് ബേസ് കാര്യം. അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ സിജുവിലേക്ക് എത്തട്ടെ. ഓക്കെ, ഇത്രയധികം നേരം സംസാരിച്ചത് കുറേ നേരമല്ലേ ഇതാണല്ലേ പോഡ്കാസ്റ്റ്. ഞാൻ ഇവരടുത്ത് വന്നപ്പോൾ ചോദിച്ചാണ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി. ഇല്ല ചേട്ടാ, കുറച്ചധികം 1 മണിക്കൂറൊക്കെ സംസാരിക്കുന്നത്, 3 മണിക്കൂർ എന്തോന്നോട് സംസാരിക്കുന്നത്. എന്തായാലും നല്ലായിരുന്നു. കുറേ എന്താ പറയുക, കുറച്ച് ഓപ്പൺ അപ്പ് ആകാനായിട്ട് പറ്റി. അതുപോലെ സിനിമയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. കേൾക്കുന്നവർക്കും അറിയാം, എൻ്റെ ഒരു ട്രാവൽ അറിയാൻ പറ്റും. അല്ല, കൊള്ളാം, പോഡ്കാസ്റ്റ് കൊള്ളാം. എന്തായാലും ഇനി തുരുതുര പോഡ്കാസ്റ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.